എന്താ കഥ? പ്രജിഷയാണ് കോഴിക്കോട് നിന്ന് വടകരയിൽ നിന്ന് അയച്ചു തന്നിരിക്കുന്നു. കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ഈ അനുഭവത്തിൻ്റെ നടുക്ക്. പക്ഷേ എല്ലാം ഭംഗിയായിട്ട് കലാശിച്ചു. എല്ലാവരും കേൾക്കാൻ തയ്യാറല്ലേ? ഹെഡ്സെറ്റൊക്കെ വെച്ച് ശാന്തമായിട്ടിരുന്ന് കേൾക്കുക. ഇടയ്ക്ക് ഞാൻ ചുമച്ചാൽ അതും ശാന്തമായിട്ടിരുന്ന് കേൾക്കുക. വേറെ ഒന്നും പറയാനില്ല. ഹലോ, ശ്രീകാന്ത് സാർ. എൻ്റെ പേര് പ്രജിഷ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നാണ് എഴുതുന്നത്. എനിക്ക് പറ്റാവുമ്പോഴൊക്കെ ഇന്ദ്രമധുരം കേൾക്കാറുണ്ട്. ചില അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അറിയാതെ ഗുരുവായൂരിലെത്തിയ ഒരു ഫീലാണ് ഉണ്ടാവുക. ഞാൻ മുൻപൊന്നും വലിയ കൃഷ്ണഭക്തി ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷമായി ഞാൻ കൃഷ്ണനുമായിട്ട് ഒരുപാട് അടുത്തിരിക്കുന്നു. ഒരുപാട് തവണ ഗുരുവായൂരിൽ വന്നിട്ടുണ്ടെങ്കിലും പറയത്തക്ക അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. വീട്ടിൽ നിന്ന് വരുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നു, എനിക്കും നല്ലൊരു അനുഭവം കാട്ടിത്തരണേ എന്ന്. ഇനി എൻ്റെ അനുഭവം പറയാം. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം എനിക്ക് ഗുരുവായൂരിൽ വരാനുള്ള ഭാഗ്യം കിട്ടി. ഹസ്ബൻഡിൻ്റെ തറവാട് പരപ്പനങ്ങാടിയാണ് വരുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 17 തറവാട്ടിൽ ഉത്സവമായിരുന്നു. ഒരുപാട് വർഷമായ ഉത്സവത്തിന് പോകാൻ കഴിയാറില്ല. എന്ത് തന്നെയായാലും ഈ വർഷം ഒന്ന് പോകാൻ തീരുമാനിച്ചു. ഹസ്ബൻഡ് കാസർഗോഡാണ് ജോലി ചെയ്യുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലീവ് കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് ഗുരുവായൂരിൽ പോയി വരാമെന്ന്. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. ഭഗവാനോട് പ്രാർത്ഥിച്ചു ലീവ് കിട്ടണേ എന്ന്. അങ്ങനെ ലീവ് കിട്ടി. ഞങ്ങൾ 17 പുലർച്ചെ പുറപ്പെട്ടു. തറവാട്ടിൽ പോയി, അവിടെ അമ്പലത്തിൽ പോയി, അവിടുന്ന് നേരെ ഗുരുവായൂർക്ക് പോയിട്ടോ. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയി. റൂമിലോട്ട് പോകുമ്പോൾ കണ്ടു തീർത്ഥക്കുളത്തിനടുത്ത് ഭഗവാന്റെ പ്രസാദ നീണ്ട ക്യൂ. ഇതുവരെ ഭഗവാന്റെ പ്രസാദം ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും വരുമ്പോൾ ഈ ഒരു ആഗ്രഹം ബാക്കിയായിരിക്കും. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഞാൻ നിന്നോട്ടെ ഈ വരിയിലെന്ന്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് എന്നെ സമ്മതിച്ചില്ല. കുറച്ച് സങ്കടം വന്നു. ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് റൂമിലോട്ട് പോയി. റൂമിൽ കയറുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സുഹൃത്തിനെ അവിടെ നിന്ന് കണ്ടിട്ടോ. അവനെ റൂമിൽ പോയി ഫ്രഷായി ഞങ്ങൾ ഭഗവാനെ തൊഴാനുള്ള വരിയിൽ പോയി നിന്നു. അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അനൗൺസ്മെന്റ് വന്നു, ദീപാരാധനയ്ക്കായി നട അടച്ചു എന്ന്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒരുപാട് നാളായി ദീപാരാധന തൊഴണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള വരിയിലുള്ളവരെ അകത്തേക്ക് കടത്തിവിട്ടു. ഞങ്ങൾ ക്യൂവിൽ ഏറ്റവും മുൻപിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വരിയിലുള്ളപ്പോഴുണ്ട് ഹസ്ബൻഡിന്റെ സുഹൃത്ത് ഞങ്ങളെ പരിധി നടക്കുന്നു. അവർ ഞങ്ങളെ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചു എന്ന് പറഞ്ഞു. ഫോണ് റൂമിലായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. അവരുടെ ഒരു പരിചയക്കാരൻ വഴി അവർക്ക് ഉള്ളിൽ കയറി തൊഴാൻ പറ്റി. ആ സമയത്താണ് ഞങ്ങളെ വിളിച്ചത്. ദീപാരാധനയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അവർ പോയി. പക്ഷേ ഹസ്ബൻഡിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉള്ളിൽ കയറാനായിട്ട്. നമുക്ക് എന്തായാലും മെല്ലെ കയറി തൊഴാമെന്നായി. അങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ സെക്യൂരിറ്റി വന്ന് ഞങ്ങളുടെ ഗേറ്റ് തുറന്നു വരുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നന്നായി കണ്ടു ചുറ്റും ദീപപ്രഭയിൽ കണ്ണനെ. കയ്യിൽ ഓടക്കുഴലൊക്കെ പിടിച്ച് ഉണ്ണിക്കണ്ണനായിരുന്നു കേട്ടോ. എത്രയോ തവണ ഗുരുവായൂർ വന്നെങ്കിലും ഇത്രയും നന്നായി കാണാൻ പറ്റിയിരുന്നില്ല. എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് കണ്ണനോട് പറയാനും പറ്റിയില്ല എന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു. ആളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കണ്ണ് നിറഞ്ഞു പോയെന്ന്. പിന്നെ പറഞ്ഞു, അവൻ വിളിച്ചിട്ട് കിട്ടാത്തത് നന്നായി, നിനക്ക് ദീപാരാധന തൊഴാൻ പറ്റിയല്ലോ എന്ന് പ്രാർത്ഥിച്ചു. വഴിപാടൊക്കെ ഷീട്ടാക്കി ഞങ്ങൾ റൂമിലേക്ക് പോയി. പുലർച്ചെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഷുഗറുണ്ട്. അതിന് ഇൻസുലിൻ എടുക്കുന്നുണ്ട്. ഇൻസുലിൻ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കണമല്ലോ. പക്ഷേ ഞങ്ങൾ താമസിച്ച ലോഡ്ജിൽ ഫ്രിഡ്ജ് കേടായത് കാരണം അവിടെ വെക്കാൻ പറ്റിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് നേഴ്സ് ഉണ്ടായിരുന്നു. അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഒരു പാക്കറ്റ് കട്ട പാല് വാങ്ങി അതിൻ്റെ കൂടെ വെച്ചോളൂ എന്ന്. അങ്ങനെ ഒരുപാട് അലഞ്ഞ് പാല് കിട്ടി. അതിൻ്റെ കൂടെ വെച്ച് ഞങ്ങൾ കിടന്നു. പുലർച്ചെ എണീറ്റ് കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയ ഞാൻ ഞെട്ടി. ആ പാൽ പാക്കറ്റ് പൊട്ടി പാല് മുഴുവൻ ടേബിൾ മറിഞ്ഞിരിക്കുന്നു. ഞാൻ കാലത്തിടാൻ വെച്ച എൻ്റെ ഡ്രസ്സിൽ മുഴുവൻ പാൽ. ഞാൻ ഒരുപാട് കരഞ്ഞു. ഇനി എന്ത് ചെയ്യും, എങ്ങനെ പോകും? എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. ഭഗവാനെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്നെ ഇന്നെനിക്ക് കാണേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ കരഞ്ഞു കേട്ടോ. ഹസ്ബൻഡ് സമാധാനിപ്പിച്ചു, നമുക്കത് കഴുകാം, ഫാനിൻ്റെ താഴെ ഉണക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് തലയിൽ കയറുന്നില്ല. അങ്ങനെ ആ ഡ്രസ്സ് അവിടെ ഇവിടെയായി കഴുകി അത് തന്നെ ഇട്ട് ഞങ്ങൾ പോയി. അന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. കുറച്ച് സമയം വരിയിൽ നിന്നു. ഉള്ളിൽ കയറി ഭഗവാനെ കണ്ടു തൊഴുതു. അമ്പലത്തിനുള്ളിൽ എത്തിയപ്പോൾ എൻ്റെ ഡ്രസ്സിൽ നിന്നും വരുന്ന അതേ പാൽമണം തന്നെ എനിക്ക് അമ്പലത്തിൽ തോന്നി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അവിടെ കണ്ണനും പാലാഭിഷേകമൊക്കെ കഴിഞ്ഞാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് 12:40 KSRTCക്ക് കോഴിക്കോട്ടേക്ക് പോകാമെന്ന് കരുതി എല്ലാം പാക്ക് ചെയ്തു. പാൽപ്പായസം വാങ്ങാൻ വേണ്ടി പോയിട്ടോ. അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, കൗണ്ടർ അടച്ചിരിക്കുന്നു, 12 മണിക്ക് ശേഷം തുറക്കുമെന്ന്. അങ്ങനെ കുറച്ച് സമയം വരിയിൽ നിന്ന് പായസം വാങ്ങി. അപ്പോഴേക്കും ബസ്സിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. പായസം വാങ്ങി ഇറങ്ങുമ്പോൾ കണ്ടു ഭഗവാന്റെ പ്രസാദൂട്ടിൻ്റെ വരി. ഒരു രക്ഷയില്ല. സങ്കടത്തോടെ റൂമിലോട്ട് പോയി. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം വീണ്ടും
ഹസ്ബൻഡിനോട് സുഹൃത്തിനോട് പറഞ്ഞു. ആ സുഹൃത്ത് പറഞ്ഞു, ഞാൻ ഉറപ്പ് പറയുന്നില്ല, എന്നാലും ഒന്ന് നോക്കട്ടെ എന്ന്. അവർ പറഞ്ഞ് ആരെയോ വിളിച്ചു. അവിടുന്ന് പോയി. കുറച്ച് കഴിഞ്ഞ് അവർ ഹസ്ബൻഡിൻ്റെ ഫോണിൽ വിളിച്ചു, പെട്ടെന്ന് പുറത്തിറങ്ങൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി. അപ്പോഴും ഹസ്ബൻഡിന് തീരെ താല്പര്യമില്ല. ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന്. ഇത്രയും പേര് നിൽക്കുമ്പോൾ നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ എന്ന്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ അന്നലക്ഷ്മി ഹാളിനടുത്തെത്തി. അവിടെ നിന്നും ഇതുവരെ കാണാത്ത, ഒരു മുൻപരിചയം പോലും ഇല്ലാത്ത ഒരു രാജേട്ടൻ്റെ കാരുണ്യത്താൽ ഞങ്ങൾ 3 പേരും ഭഗവാന്റെ പ്രസാദം കഴിച്ചു. ഒരുപാട് സന്തോഷമായി. ഭഗവാൻ കുറച്ച് പരീക്ഷയെങ്കിലും ഒരുപാട് സന്തോഷത്തോടെയാണ് അവിടുന്ന് തിരിച്ചു പോകുന്നത്. 1-3 നാരായണായ. കുറച്ച് നീണ്ടുപോയെന്നറിയാം. വായിക്കുമെങ്കിൽ ശ്രീകാന്ത് സാറിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ ഒരാഗ്രഹം. നീണ്ടുപോയൊന്നല്ല പ്രശ്നം. സംഭവം ആ പാല് മറിഞ്ഞത് വായിച്ചപ്പോൾ തന്നെ എനിക്കത് എന്തായാലും പറയണമെന്നുണ്ടായിരുന്നു. ശബ്ദത്തിന് കാര്യമായിട്ടുള്ള പ്രശ്നം എനിക്കുണ്ട്. അതുകൊണ്ട് ചുമച്ചത് ക്ഷമിക്കുക കേട്ടോ എല്ലാവരും. ഒറ്റ സ്ട്രെച്ചിൽ വായിക്കാനാണ് സുഖം. അതുകൊണ്ടാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ വായന ഒരു സുഖം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു എന്താണ്, ആത്മാവ് നഷ്ടപ്പെടും. അപ്പം ചുമ നിങ്ങൾ ക്ഷമിക്കുന്നുള്ള എനിക്കറിയാം. എങ്കിലും നല്ലൊരു അനുഭവമായിരുന്നില്ലേ. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ നമുക്കൊക്കെ ജീവിതത്തിലുണ്ടാവും. അത് ഗുരുവായൂരിൽ വെച്ചുണ്ടാകുമ്പോൾ നമ്മൾ അത് കണ്ണനോട് പറയുകയും ചെയ്യും. വേറെ എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ല. ഇന്ന് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. അയച്ചു തന്ന സഹോദരിക്കും, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, നിങ്ങളായിട്ട് സംസാരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ സമാന പദ്ധതികളൊക്കെ ഉണ്ട്, അറിയാമല്ലോ. ഹരേ കൃഷ്ണ.